എല്ലാവർക്കും നമസ്തേ. ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടതും എന്നാൽ ആരും തന്നെ ചിന്തിക്കാത്തതുമായ ഒരു വിഷയം. പരമാവധി ചിന്തിക്കുന്നവരുണ്ടാവും, പക്ഷെ പരമാവധി പലരും ചിന്തിക്കാത്തതും അവരുടെ മനസ്സിലൂടെ പോലും കടന്നു പോകാത്തതുമായ ഒരു വിഷയമാണ് ഞാനിന്ന് പറയുക. നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് ഭഗവാൻ കൃഷ്ണൻ, രാമൻ തുടങ്ങിയവരുടെയൊക്കെ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ നാലമ്പല ദർശനം, ഭഗവാന്റെ അടുത്ത്, രാമൻ്റെ അടുത്ത്, ലക്ഷ്മണൻ്റെ അടുത്ത്, ശത്രുഘ്നൻ്റെ അടുത്ത്, ഭരതൻ്റെ അടുത്തൊക്കെ യാത്രയാണ്. കർക്കിടക മാസത്തിൽ അതൊരു പ്രത്യേകതയാണ് നാലമ്പല ദർശനം. അവിടെയൊക്കെ ചെന്നിട്ട് എന്താ പറയുക? അവിടെ നമ്മൾ തൊഴുവാൻ ചെന്നിട്ട് എന്താണ് പറയുക? ഇനി നമ്മൾ പറയുന്നത് ആരോടാണ്? ഇപ്പോൾ ഉദാഹരണം, രാമൻ്റെ അടുത്ത് പോയിട്ട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഭൗതിക ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളും രാമനോട് പറയുക. രാമായണ കഥയിലൂടെ നമുക്ക് എന്താണ് രാമൻ പറഞ്ഞു തന്നത്? ഏത് വലിയ ധനികനായിട്ട് ജനിച്ചാലും, ഏത് രാജകൊട്ടാരത്തിൽ ജനിച്ചാലും, എത്ര വലിയ ധനികനാണെങ്കിലും നമ്മുടെ പ്രാരാബ്ധ കർമ്മങ്ങൾ മനുഷ്യനാണെങ്കിൽ അത് സ്വീകരിക്കേണ്ടി വരും. രാമനെ പട്ടാഭിഷേകം മുടക്കി കാട്ടിൽ വിട്ടതിന് എല്ലാവരും കുറ്റം പറയുന്നത് ആരെയാ? മന്ധരയാണ്. പക്ഷെ പാവം മന്ധര അതിനകത്ത് ഒരു പങ്കും വഹിച്ചിട്ടില്ല. കാരണം എന്താ? ദേവന്മാരുടെ ആലോചന മൂലം സരസ്വതീ ദേവിയാണ്, വാണീ ദേവി ആണ് മന്ധരയെ കൊണ്ട് അത് പറയിപ്പിച്ചത്. എന്നിട്ട് നമ്മൾ പറയുന്ന കുറ്റം ആർക്കാ? മന്ധരയ്ക്ക്. വാണി ദേവിക്കോ? എന്തുകൊണ്ടാണ് രാമൻ ഇങ്ങനെ കാട്ടിലൂടെ പോകേണ്ടി വന്നത്? അത് പ്രാരാബ്ധമാണ്, അല്ലെങ്കിൽ ജനിക്കുമ്പോൾ ഉദ്ദേശിച്ച ജന്മോദ്ദേശമാണ്. ഇത് തന്നെയല്ലേ നമ്മൾക്കും? ഭഗവാനായിരുന്ന ഭഗവാൻ എത്രയോ കഷ്ടതകൾ അനുഭവിച്ചു, കാട്ടിലൂടെ കടന്നു, ഭാര്യ നഷ്ടപ്പെട്ടു, അതും മറ്റുള്ളവർ അടിച്ചുകൊണ്ട് പോയി, കട്ടുകൊണ്ടുപോയി, എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചു. കാട്ടിലെ മൃഗങ്ങളൊക്കെ കൂട്ടായിട്ട് കിട്ടാനുണ്ടായുള്ളൂ. ഇവരൊക്കെ ദേവന്മാർ അവതരിച്ചതായിരിക്കാം, ജന്മോദ്ദേശം അവതരിച്ചതായിരിക്കാം, പക്ഷേ പ്രത്യക്ഷ വീക്ഷണത്തിൽ ഇവരൊക്കെ ഉണ്ടായുള്ളൂ. സഹായം ലഭിക്കേണ്ടിടത്തു നിന്നും കാര്യമായ സഹായം കിട്ടിയെന്ന് പറയാൻ കഴിയില്ല, അല്ലേ? അപ്പം എത്രയൊക്കെ ഉണ്ടായാലും നമ്മളുടെ കർമ്മഫലം അനുഭവിക്കുക തന്നെ വേണം. ഇനി കാട്ടിലൂടെ നടക്കുമ്പോഴും എത്രയെത്ര ദുരിതങ്ങളാണ് ഭഗവാന്റെ അഭിമുഖമായിട്ട് വന്നത്, അല്ലേ? ഭാർഗരാൻ തുടങ്ങി ഇങ്ങനെ എത്രയെത്ര ദുരിതങ്ങളാണ് ഭഗവാൻ അഭിമുഖമായി വന്നത്. ഈ ദുരിതങ്ങളെല്ലാം സഹിച്ച് ഭഗവാൻ അവസാന കാലഘട്ടത്തിലേക്ക് ചെന്നിട്ട് രാവണനുമായി യുദ്ധം ചെയ്ത് രാവണനെ ഇത് കഴിഞ്ഞ് തിരിച്ച് രാജ്യാഭിഷേകം വന്ന് രാജ്യത്ത് വന്നിട്ടോ അവിടെയും എന്തെല്ലാം ദുരിതങ്ങളും പ്രയാസങ്ങളുമാണ് രാജ്യഭരണം ഏറ്റെടുത്തതിന് ശേഷം ഉണ്ടായത്. സ്വന്തം ഭാര്യയെ വീണ്ടും നഷ്ടപ്പെടുത്തേണ്ടി വരുന്ന അവസ്ഥ രാജ്യഭരണത്തെക്കുറിച്ച് സൂചിപ്പിക്കാനായിരുന്നു. എങ്കിലും ഇതൊക്കെ ഇങ്ങനെ ദുരിതങ്ങളിലൂടെയാണ് മനുഷ്യജീവിതം കടന്നു പോകുന്നതെന്ന് എല്ലാ വർഷവും നമ്മളിങ്ങനെ രാമായണം വായിച്ച് പഠിക്കുക. എന്നിട്ട് ഇത്രയേറെ ദുരിതം വന്നിട്ട് നിൽക്കുന്ന ആ രാമനോട് തന്നെ വീണ്ടും ചെന്ന് നമ്മൾ പറയുക, എൻ്റെ ദുരിതം മാറ്റണേ എന്ന്. ആ രാമൻ അനുഭവിച്ച ദുരിതത്തിൻ്റെ ലക്ഷത്തിലൊരംശം പോലും, കോടിയിലൊരംശം പോലും അനുഭവിക്കാത്ത നമ്മളാണ് ചെന്ന് ഭഗവാനോട് പറയുക, എൻ്റെ ദുരിതം മാറ്റിത്തരണേ എന്നല്ലേ? സത്യത്തിലൊന്ന് ആലോചിച്ചു നോക്കൂ. എന്ത് യോഗ്യതയാണ് ഭഗവാന്റെ അടുത്ത് പോയി നിന്ന് നമുക്കത് പറയാനുള്ളത്? ഒരു യോഗ്യതയില്ല. രാമായണം വായിക്കുമ്പോഴേ പാർവതി ദേവി മഹേശ്വരനോട് പറയുന്നുണ്ടേ, ഞാനതിന് പാത്രമാണെങ്കിൽ, രാമമഹാത്മ്യം കേൾപ്പാനുള്ളിൽ ആഗ്രഹമുണ്ട്, ഞാൻ അതിന് പാത്രമെങ്കിൽ
എനിക്കതിന് യോഗ്യതയുണ്ടെങ്കിൽ, ആഗ്രഹിച്ചിട്ട് മാത്രം കാര്യമില്ലേ, അതിന് യോഗ്യതയും കൂടെ വേണമെന്ന്. പാർവതി ദേവിക്കുള്ള യോഗ്യത എന്താണ് എന്ന് പാർവതി ദേവി പറയുന്നുണ്ട്. കൂടാതെ മഹാദേവൻ തന്നെ നിനക്ക് ഇന്ന യോഗ്യതകളുണ്ട് എന്ന് കൂടെ പറയുന്നുണ്ട്. ഇല്ലേ? അധ്യാത്മരാമായണല്ലേ നമ്മൾ വായിക്കുക. ഈ യോഗ്യതകളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് പാർവതിക്ക് മഹാദേവനിൽ നിന്ന് രാമായണം കിട്ടാൻ യോഗ്യമായത്. ഇതിൻ്റെ എന്ത് യോഗ്യത ഉണ്ടായിട്ടാണ് നമുക്ക് ഈ രാമായണം കിട്ടിയത്? ഇനി ആ രാമായണത്തിൽ പറയുന്ന യോഗ്യതകൾ നേടാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്? രാമായണം എന്ന് പറഞ്ഞാൽ വെറുതെ വായിച്ച് കളയാനുള്ളതല്ല. അതിനകത്തെ ഓരോ ദുരിതഭാഗങ്ങൾ ചെല്ലുമ്പോഴും നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും ഭഗവാൻ അനുഭവിച്ച ദുരിതങ്ങളും തമ്മിലൊന്ന് താരതമ്യം ചെയ്യാൻ നമ്മുടെ മനസ്സിനെ പക്വമാക്കുകയാണ് നമ്മൾ ഈ രാമായണത്തിലൂടെ ഓരോ വർഷവും ചെയ്യേണ്ടത്. അങ്ങനെ രാമൻ അനുഭവിച്ച ദുരിതം, അതിലെ ഒരുപാട് ധർമ്മങ്ങളുണ്ട്. അമ്മയുടെ ധർമ്മം, മക്കളുടെ ധർമ്മം, അച്ഛൻ്റെ ധർമ്മം, ഇങ്ങനെ ഒരുപാട് ധർമ്മങ്ങൾ തമ്മിലുള്ള പരസ്പരമായ ഏറ്റുമുട്ടലാണ് രാമായണം. ശരിക്കും ഒരു സൈക്കോളജിയാണത്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ മനഃശാസ്ത്രമാണത് രാമായണം. അതിനെ എഴുത്തച്ഛൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വേദാന്ത സംഗ്രഹമാണ്. ഇത് പഠിക്കണമെങ്കിൽ ഒരു യോഗ്യത വേണം, അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു യോഗ്യത വേണം. നമ്മളുടെ കയ്യിൽ ഈ സാധനം വെച്ചിട്ട് 30 ദിവസം കൊണ്ട് വായിച്ചു തീർത്താൽ പോരാ. അതിനകത്തൂടെ നമുക്കൊന്ന് പോകണം. ഭഗവാൻ അനുഭവിച്ച ദുരിതത്തെ നമ്മളുടെ ദുരിതവുമായി ഒന്ന് താരതമ്യം ചെയ്യണം. അപ്പോൾ ഭഗവാന്റെ മുന്നിൽ ചെന്നിരുന്ന് നമ്മുടെ ദുരിതങ്ങൾ മാറ്റണമെന്ന് പറയില്ല. കാരണം ഭഗവാൻ തൻ്റെ ദുരിതങ്ങളെ മാറ്റിയിട്ടില്ല, ആ ദുരിതങ്ങളെ അഭിമുഖീകരിക്കുകയാണ് ചെയ്തത്. നമ്മൾ നമ്മുടെ ദുരിതങ്ങളെയും പ്രയാസങ്ങളെയും അഭിമുഖീകരിക്കുന്നതിനാണ് പഠിക്കേണ്ടത്. കാരണം നമ്മളുടെ പാപങ്ങളും നമ്മളുടെ പുണ്യങ്ങളും മറ്റൊരു ഈശ്വരനും ഏറ്റെടുക്കുമെന്ന് നമ്മുടെ ധർമ്മം നമ്മളോട് പറയുന്നില്ല. ജന്മാന്തരങ്ങളായി പല പല ജന്മങ്ങളിലൂടെ അനുഭവിച്ച് തീരുക തന്നെ വേണം എന്നാ പറയുക. അപ്പോൾ ഏറ്റെടുക്കാൻ ആരുമില്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് എൻ്റെ ദുരിതങ്ങളൊക്കെ കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ദുരിതം കുറയ്ക്കാനിരിക്കുക അവിടെ ഭഗവാൻ അല്ല. അങ്ങനെ ദുരിതം കുറയ്ക്കാനിരിക്കുകയല്ല ഭഗവാൻ. നമ്മളത് മനസ്സിലാക്കണം. അതേപോലെ കൃഷ്ണൻ, ഭഗവാൻ കൃഷ്ണനെ നമ്മൾ ചിന്തിക്കുക. രാമനെ ചിന്തിച്ചോ പോട്ടെ, ഇനി കൃഷ്ണനെ ചിന്തിച്ചു നോക്ക്. ജനിച്ചതേ കാരാഗ്രഹത്തിലാണ്. അവിടെ നിന്ന് തുടങ്ങിയ ദുരിതം എല്ലാ കാലത്തും ഭഗവാനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. ശത്രുദോഷങ്ങളായിട്ട്, കൊല്ലാൻ തന്നെയുള്ള ശത്രുക്കളായിട്ട് എത്രയോ ശത്രുക്കളാണ് ഭഗവാനെ വന്ന് ഉപദ്രവിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ബന്ധുക്കൾ, സുഹൃത്തുക്കളൊക്കെ ശത്രുക്കളായ അവസ്ഥ ഭഗവാനുണ്ടായിട്ടില്ലേ? സഹോദര ശത്രുക്കളായിരുന്നില്ലേ? ഇങ്ങനെ എത്രയെത്ര ശത്രുഭാവത്തോടെയാണ് ഭഗവാൻ അഭിമുഖീകരിച്ചുകൊണ്ട് പോയത്. ഭഗവാൻ ഇതിനെയൊക്കെ അങ്ങോട്ട് വെട്ടി നിരത്തി ഒതുക്കാമെന്ന് തീരുമാനിച്ചിട്ടില്ല. അതിനെല്ലാം ശാന്തഭാവത്തോടെ അഭിമുഖീകരിക്കുകയാണ് ഭഗവാൻ ചെയ്തത്. എത്രയെത്ര അപവാദങ്ങളാണ് ഭഗവാൻ കേട്ടത്, ഇന്നും കേട്ടുകൊണ്ടിരിക്കുന്നത്. തൻ്റെ അവതാര ഉദ്ദേശവും കഴിഞ്ഞ് ഇവിടുന്ന് യാത്രയായ അദ്ദേഹം ഇന്നും കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരംശമെങ്കിലും നമ്മൾ കേൾക്കുന്നുണ്ടോ? അതിൻ്റെ ഒരംശമെങ്കിലും നമുക്ക് പ്രയാസമുണ്ടോ? ഇല്ല. എന്നിട്ടും നമ്മൾ ആ ഭഗവാനോട് ചെന്ന് പറയുകയാണ്, ഭഗവാൻ എൻ്റെ കുറയ്ക്കണേ, എൻ്റെ കുറയ്ക്കണേ, എൻ്റെ കുറയ്ക്കണേ എന്ന്. ഭഗവാൻ ഇത് കേൾക്കുമ്പോൾ ചിരിക്കുന്നുണ്ടാവും. കാരണം ഭഗവാൻ ഇപ്പോഴും പുഞ്ചിരിയാണല്ലോ. രാമനാണെങ്കിൽ നിർവികാരനുമാണ്. നമ്മളുടെ പ്രാർത്ഥന കേട്ട് ഭഗവാൻ നിർവികാരനായി ഇങ്ങനെ നിൽക്കുന്നുമുണ്ടാകും ഇല്ലേ? നമ്മൾ ഈ രാമായണത്തിലൂടെയും ഭാഗവതത്തിലൂടെയും സഞ്ചരിക്കുമ്പോൾ വെറുതെ സഞ്ചരിക്കുകയല്ല ചെയ്യേണ്ടത്. നമുക്ക് ഭഗവാൻ ഇത്രയും സഹനശക്തിയോടെ തൻ്റെ പ്രതികൂലാവസ്ഥയെ നേരിട്ടു എങ്കിൽ അതിൻ്റെ ലക്ഷ്യം
നമുക്ക് ഈ പ്രതികൂലമായ പ്രതികൂലമായ അവസ്ഥകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു തരുന്നതാണ്. അതിനെ പേടിച്ചോടിയിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു തരുന്നതാണ്. ഈ അമ്പലങ്ങളിലാണെങ്കിലും ക്ഷേത്രങ്ങളിലാണെങ്കിലും നാലമ്പലങ്ങളിലും അല്ലെങ്കിൽ കൃഷ്ണാക്ഷേത്രത്തിലും ഗുരുവായൂരപ്പൻ്റെ അടുത്തൊക്കെ ചെന്ന് നിന്ന് തലക്ക് കൈ കൊടുത്ത് ഭഗവാനേ എന്ന് പറഞ്ഞ് നിലവിളിച്ചാലൊന്നും നമ്മുടെ പ്രാരാബ്ധം മാറില്ല എന്ന്. അപ്പോൾ നമ്മുടെ പ്രാരാബ്ധം മാറ്റല്ലേ ഭഗവാനെ എന്നല്ല നമ്മൾ പ്രാർത്ഥിക്കുക. ഭഗവാനെ അങ്ങനെ പ്രാർത്ഥിക്കേണ്ടതേ, പ്രാരാബ്ധം മാറ്റില്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഇതെല്ലാം ഭഗവാൻ അറിഞ്ഞുകൊണ്ടല്ലേ നമുക്ക് കിട്ടുക. ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ സൃഷ്ടി ഭഗവാന്റെ കയ്യിലല്ലേ? പ്രപഞ്ചത്തിൻ്റെ സർവ്വചരാചരങ്ങളും ഭഗവാന്റെ കയ്യിലല്ലേ? അതിലൊരംശമായ നമ്മളും ഭഗവാന്റെ കയ്യിലല്ലേ? അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുക? ഭഗവാനേ എന്ന് പറഞ്ഞ് തൊഴുതാൽ മതി. എന്നിട്ട് നമുക്ക് വരുന്ന ദുരിതങ്ങളെയും പ്രയാസങ്ങളെയും നേരിടുമ്പോൾ ആ ഭഗവാനെ നീ എൻ്റെ കൂടെ ഒന്നുണ്ടാകണം. എനിക്ക് അത് ഏറ്റെടുക്കാനല്ല കേട്ടോ, എൻ്റെ പ്രാരാബ്ധം ഏറ്റെടുക്കാനല്ല ഭഗവാനെ കൂടെ നിൽക്കാൻ പറഞ്ഞത്. മറിച്ച് എൻ്റെ മനസ്സിന് ആ പ്രാരാബ്ധ കർമ്മങ്ങളെ താങ്ങാനുള്ളൊരു കഴിവിന് എൻ്റെ കൂടെ ഒന്നുണ്ടാവണം. എൻ്റെ പ്രാരാബ്ധം ഒന്നും ഏറ്റെടുക്കണ്ട, ഞാനതൊക്കെ അനുഭവിച്ചു കൊള്ളട്ടെ, എനിക്ക് പ്രയാസമില്ല, ഞാൻ എല്ലാ പ്രാരാബ്ധവും അനുഭവിക്കാനാണല്ലോ ഈ ശരീരം, ഇനിയൊരു ജന്മമൊന്നും ഉണ്ടാവാതിരിക്കാൻ ഈ പ്രാരാബ്ധമല്ല ഇവിടെ തന്നെ അനുഭവിച്ച് തീർക്കാൻ എനിക്ക് യോഗം തരുമ്പോൾ ഭഗവാനെ എൻ്റെ കൂടെ ഒന്നുണ്ടാകണേ. ഒരാശ്വാസത്തിന് ആ മുഖത്തേക്കൊന്ന് നോക്കാൻ ആ രൂപത്തിൽ ഭഗവാനൊന്ന് കൂടെ ഉണ്ടാവണേ. കാരണം എന്താ, എവിടെ നോക്കിയാലും നമുക്ക് ഭഗവാനെ ദർശിക്കാം. സർവചരാചരങ്ങളും ഭഗവാനാണ്, ഭഗവാനില്ലാത്തതായിട്ടൊന്നുമില്ല. അവിടെയെല്ലാം എൻ്റെ മനസ്സ് എവിടെ നോക്കുമ്പോഴും എൻ്റെ പ്രാരാബ്ധവുമായി ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ പ്രാരാബ്ധ കർമ്മങ്ങളാകുന്ന പ്രയാസങ്ങൾ എൻ്റെ മുന്നിൽ എന്നെ മാർഗതടസ്സമായി നിൽക്കുമ്പോൾ എന്താ നമ്മുടെ മാർഗതടസ്സം? മരണമേ. നമ്മൾ യാത്ര ചെയ്യുന്ന മരണത്തിലേക്കാണ്. ഈ ശരീരം കിട്ടിയ അന്ന് മുതൽ നമ്മൾ യാത്രയാണ്, മരണത്തിലേക്കാണ് നമ്മുടെ യാത്ര. അല്ലാണ്ട് എങ്ങനെയാണ് നമ്മുടെ യാത്ര? ഈ ശരീരത്തിൽ നിന്ന് പോകാനാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ഓരോ ദിവസം വരുമ്പോഴും എനിക്ക് സന്തോഷം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ, ഞാനിനി അത്രയും കുറച്ച് ഇവിടെ മതിയല്ലോ, ഈ ശരീരത്തിന് മതിയല്ലോ. ഈ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് വേദന വരുമ്പോൾ നമുക്ക് സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം അവിടെ അല്പം ഡാമേജായി തുടങ്ങിയല്ലോ, എനിക്കിനി ഇവിടുന്ന് പോകാൻ കുറച്ചുകൂടി എളുപ്പമായല്ലോ. കാരണം എൻ്റെ പ്രാരാബ്ധം ഇവിടെ തീർന്ന് അത്രയും തീരുകയാണ്. അങ്ങനെ ആ പ്രാരാബ്ധം ഇവിടെ വെച്ച് തീർത്ത് ഭഗവാനെ നീ എനിക്ക് മോക്ഷം നൽകണമേ. അല്ലാണ്ട് പ്രാരാബ്ധം ഒന്നും എടുക്കാനായിട്ട് ഭഗവാനെ നീ വരണ്ട, എൻ്റെ പ്രാരാബ്ധമൊന്നും നീ സ്വീകരിക്കണ്ട. നീ ആ വരുന്ന പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ നോക്കുമ്പോൾ അതിനുള്ള ശക്തി എനിക്കുണ്ടാക്കി തന്നാൽ മതി. ഈ ശരീരത്തിന് അതിനുള്ള ശക്തി ഉണ്ടാക്കി തന്നാൽ മതി. നീ പറഞ്ഞിരിക്കുന്ന കാലഘട്ടം വരെ എനിക്കിവിടെ നിന്നല്ലേ പറ്റൂ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന എല്ലാത്തിനും അഭിമുഖീകരിക്കാനുള്ള ശക്തി നീ ഉണ്ടാക്കി തന്നാൽ മതി എന്നല്ലാണ്ട് ഭഗവാൻ എൻ്റെ മോൻ്റെ കല്യാണം നടക്കണം, എൻ്റെ മോളുടെ കല്യാണം നടക്കണം, എനിക്ക് ജോലി കിട്ടണം, മക്കൾക്ക് ജോലി കിട്ടണം, ഭർത്താവിന് ഭയങ്കര ശമ്പളം കിട്ടണം, അല്ലെങ്കിൽ വലിയ കെട്ടിടം പണിയണം, ഒരുപാട് സ്ഥലം വാങ്ങിക്കണം, ഇതൊന്നും ഭഗവാനെ ചിരിപ്പിക്കുകയല്ലാണ്ട് എന്ത് ചെയ്യാനാ? ഭഗവാൻ ചിരിക്കും ഇതൊക്കെ കേട്ട്. കാരണം ഞാൻ അനുഭവിച്ച എന്തെല്ലാം ദുരിതം അല്ലേ. വലിയ രാജ്യഭാരത്തോടെ ജീവിക്കേണ്ട ഞാൻ രാജ്യഭാരം ജീവിച്ചില്ലെന്നല്ല, ജനിച്ചു വീണത് കാരാഗ്രഹത്തിലാണെന്ന്. എൻ്റെ അടുത്ത് വരുന്ന ഇവർ ഈ ഞാൻ കാട്ടിക്കൊടുത്ത ആ മാർഗത്തെ അറിയുന്നില്ലല്ലോ, അവരതിനെ കാണുന്ന പോലും ഇല്ലല്ലോ. കണ്ടില്ല, ഭഗവാന്റെ കുടുംബം പോലും കണ്ടില്ല. പരസ്പരം തല്ലിയാണ് ആ യാദവ കുടുംബം ഇല്ലാണ്ടായത് അല്ലേ. ഇപ്പോഴും അത് തന്നെയല്ലേ നടക്കുന്നേ എന്നായിരിക്കും ഭഗവാൻ ചിന്തിക്കുക. അങ്ങനെ ഒരവസ്ഥ ഭഗവാൻ കൊടുക്കരുത്. നമ്മൾ ഭഗവാന്റെ ഭക്തരൊരിക്കലും ഭഗവാൻ അങ്ങനെ ഒരവസ്ഥ കൊടുക്കരുത്. ധർമ്മസങ്കടത്തിലാക്കരുത് ഭഗവാനെ. ഭഗവാന്റെ അടുത്ത് ചെന്നിട്ട് ഒന്ന് തൊഴുതിട്ട് ഇങ്ങോട്ട് പോരുക. നിൻ്റെ ആ പാദങ്ങളിലേക്ക് ഈ ശരീരം വിട്ട് ഞാൻ അങ്ങോട്ട് വരുമ്പോൾ എനിക്ക് അവിടെ ഒരു അഭയമുണ്ടാകണം എന്ന് മാത്രം പ്രാർത്ഥിക്കുക. ഈ ശരീരത്തിൽ നിന്ന് ഞാൻ അങ്ങോട്ട് വരുമ്പോൾ
എനിക്ക് ഭഗവാനെ അവിടെ ഒരു അഭയം ഉണ്ടാകണം, തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് വരാതിരിക്കാൻ എന്ന് മാത്രം പ്രാർത്ഥിക്കുക. അതേ നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുള്ളൂ. അതാണ് പ്രാർത്ഥനയായിരിക്കേണ്ടത്. രാമായണമൊക്കെ വായിക്കുമ്പോൾ അഹല്യാസ്തുതിയൊക്കെ 3-4 പ്രാവശ്യമൊക്കെ വായിച്ച് നോക്കുക. അതിനകത്ത് ഒരുപാട് സ്തുതികളുണ്ട്. ഈ സ്തുതികളൊക്കെ വളരെയധികം വായിച്ച് നോക്കണം. ആ സ്തുതികളിലാണ് നമ്മുടെ ഭഗവാനെ നമ്മൾ കണ്ടെത്തേണ്ടത്. ചുമ്മാ രാമായണം വായിച്ചിട്ട് ഒരു കാര്യമില്ല. ആ സ്തുതികളിൽ നമുക്കങ്ങോട്ട് ലയിച്ചിരുന്നാൽ ആ ഭഗവാനെ നമുക്ക് നമ്മുടെ മനസ്സിൽ കാണാൻ കഴിയുന്നേ. നിരാകാരമായ, നിർഗുണമായ, നിർമ്മമമായ, നിർമ്മലമായ, ശാന്തമായ, എന്നാൽ ശാന്തമായ, ഏതൊക്കെ രൂപത്തിലുള്ള ഭഗവാനെ കാണാൻ കഴിയും? പറഞ്ഞാൽ തീരില്ല. സ്വാത്വീകനായ ഭഗവാനെ കാണാം, രജോ ഗുണപ്രധാനമായി രാജാവായിരിക്കുന്ന ഭഗവാനെ കാണാം, തമോ ഗുണപ്രധാനമായി വെട്ടി വീഴ്ത്തുന്ന ഭഗവാനെയും നമുക്ക് കാണാം. അങ്ങനെയുള്ള ഭഗവാന്റെ മുന്നിൽ നമ്മൾ എന്തപേക്ഷിക്കുക? ഭഗവാനെ, ഞാൻ ഈ ശരീരം വിട്ട് വരികയാണ്. അങ്ങനെ ഞാൻ ഈ ശരീരം വിട്ട് വരാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ശരീരം വിട്ട് ഞാനങ്ങോട്ട് വരുമ്പോൾ ഭഗവാനെ, ആ പാദങ്ങളിൽ എനിക്കൊരു അഭയം ഉണ്ടാകണമേ, എനിക്ക് അവിടെ ഒരു അഭയം തരണമേ എന്ന് മാത്രം പ്രാർത്ഥിക്കുക. ഇതാണ് രാമായണമൊക്കെ വായിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അത് ഞാനിവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. മനസ്സിൽ പറയണമെന്ന് തോന്നിയപ്പോൾ ഈ മാസം കർക്കിടക മാസത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിനകത്ത് തെറ്റുകൾ തിരുത്താം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും കമൻ്റായിട്ടിടാം. എന്ത് വേണമെങ്കിലും കമൻ്റായിട്ടിടാം. അതെല്ലാം ഈ ശിരസ് കൊണ്ട് സ്വീകരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങളിതിന് കമൻറ്റ് ചെയ്യണം. എൻ്റെ അഭിപ്രായങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി തരണം. കാരണം എല്ലാവരും വിശാംശമായി കാണാൻ പതുക്കെ നമുക്ക് ഇപ്പോൾ മുതലേ തുടങ്ങിയാൽ, കണ്ടവരണ്ട് പറഞ്ഞതുപോലെ, ഈ ജന്മത്തിൽ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും, ഈ ജന്മത്തിൽ ഭഗവാൻ അഭയം തന്നില്ലെങ്കിലും, ഇനി ഒരു ജന്മം നമുക്ക് തന്നാൽ ആ ജന്മത്തിലെങ്കിലും ഭഗവാന്റെ പാദങ്ങളിലേക്ക് ചെല്ലാനുള്ള യോഗ്യത രാമായണം പറയുന്നത് പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഈ ജന്മത്തിൽ ഭഗവാൻ അനുഗ്രഹിക്കണേ എന്ന് മാത്രം പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നമസ്തേ. അമ്മേ.